ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഒരു സിൽവർ ആംഗ്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സിൽവർ ആംഗ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഇൻവിസിബിൾ ചെയിൻസിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിൽവർ കളറിലുള്ള ഗിയർ വയറും ഗിയർ ലോക്കും ബീഡ്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു റെഡ് കളറിലുള്ള ബീഡ്സും കൂടി എടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന ഈ സിൽവർ ബീഡ്സിനൊക്കെ 1 ഗ്രാമിന് 6 രൂപ എന്നുള്ള റേറ്റിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. മൊത്തം ഒരു 10 ഗ്രാമൊക്കെ ഞാൻ ഇതിനായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ റെഡ് കളറിലുള്ള ബീഡ്സ് ഒരു ചെയിന് 40 രൂപ എന്നുള്ള റേറ്റിലുമാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ 26 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഗിയർ വയർ എടുത്തിട്ടുള്ളത്. പ്ലസ് ഒരു 2 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും കൊളുത്തിടാനും ഗിയർ വയറിട്ട് ലോക്ക് ചെയ്തൊരു ഹുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തായാലും എക്സ്ട്രാ വേണ്ടി വരും. അതിനായിട്ടാണ് 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഈ 26 സെൻറ്റിമീറ്റർ എന്നുള്ളത് എൻ്റെ കാലിന് നോക്കിയിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ. നിങ്ങൾ ആംഗ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കാലിനനുസരിച്ചുള്ള ലെങ്ത്തിൽ കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ആംഗ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ബീഡ്സ് നമ്മൾ 3 സെക്ഷനായിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. അതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ബീഡ്സൊക്കെ കോർത്തെടുത്തതിന് ശേഷം ഗിയർ വയറിൻ്റെ 2 അറ്റത്തും, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഗിയർ വയറിൻ്റെ 2 അറ്റത്തും ഹുക്ക് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ 3 സെക്ഷനായിട്ടാണ് ബീഡ്സ് ചേർത്ത് വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഓരോ സെക്ഷൻ്റെ 2 അറ്റത്തും ഗിയർ ലോക്ക് പ്രത്യേകം കോർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശേഷം 3 സെക്ഷൻ ബീഡ്സും ഈക്വലായിട്ടുള്ള സ്പേസ് വിട്ടതിന് ശേഷം 2 അറ്റത്തും ഓരോ സെക്ഷൻ ബീഡ്സിൻ്റെയും 2 അറ്റത്തും ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്യുക. ഇതിനൊരു കൊളുത്തും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ ആംഗ്ലറ്റ് റെഡി ആയി കഴിഞ്ഞു.